CMRL വീണ്ടും SFIO പരിശോധന. ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും വീണ വിജയന്റെ കമ്പനിക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ കൂടി സംഘം പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിരൺ കുമാറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. കിരൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, കാരണം ഈ മുഖ്യമന്ത്രിയുടെ നേർക്ക് പോലും വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് വീണ്ടും പരിശോധന തുടരുന്നത് CMRL ഓഫീസിൽ. വിവരങ്ങൾ. അനു, ഇത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് SFIO സംഘം CMRLന്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നത്. ആലുവയിലെ CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസിലായിരുന്നു പരിശോധന നടത്തിയത്. ഈ SFIOയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ അന്വേഷണ സംഘമാണ് ഇന്നും പരിശോധന നടത്തിയത്. കൂടാതെ കൊച്ചിയിലെ ഇൻകം ടാക്സ് ഓഫീസിലും ഈ സംഘം ഇന്ന് പരിശോധന നടത്തുകയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് അറിയേണ്ടിയിരുന്നത്, നേരത്തെ ഈ CMRL കമ്പനി വീണ വിജയന്റെ പേരിലുള്ള എക്സാലോജിക്കിന് കണക്കിൽപ്പെടാതെ പണം നൽകിയതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇത് CMRLന്റെ ഓഫീസിൽ നിന്ന് ഇൻകം ടാക്സ് കണ്ടെടുത്ത ഡയറിയിലായിരുന്നു ഈ പണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരുന്നത്. 1,72,00,000 രൂപ ഇങ്ങനെ എക്സാലോജിക്കിന് നൽകിയതായിട്ടായിരുന്നു CMRLന്റെ ഈ ഡയറിയിൽ പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടുന്നതിന് വേണ്ടിയാണ് ഏതായാലും SFIO സംഘം ഇന്ന് ഇൻകം ടാക്സ് ഓഫീസിൽ കൂടി പരിശോധന നടത്തിയത്. രാവിലെ 10 മണിയോടുകൂടി CMRLന്റെ ഓഫീസിലെത്തിയ സംഘം പിന്നീട് 2 സംഘങ്ങളായി തിരികെയായിരുന്നു. അതായത് ഈ അന്വേഷണ സംഘത്തിൽ നിലവിൽ 6 പേരാണ് ഉള്ളത്. ഈ 6 പേരുടെ സംഘം 2ആയിട്ട് തിരിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ കൊച്ചിയിലേക്കും ഒപ്പം തന്നെ രണ്ടാമത്തെ സംഘം അത് ആലുവയിൽ തുടരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. ഇന്നലെയും ഈ CMRLന്റെ ഓഫീസിൽ SFIO സംഘം പരിശോധന നടത്തിയിരുന്നു. 2 ഘട്ടങ്ങളിലായിട്ട്, അതായത് രാവിലെയും പിന്നീട് രാത്രിയുമായിട്ടാണ് ഈ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ തന്നെ പല വിവരങ്ങളും, നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും SFIO സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ CMRLലെ ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരുടെ അടക്കം മൊഴി SFIO സംഘം രേഖപ്പെടുത്തുകയും പിന്നീട് ഇതിന്റെ വിലയിരുത്തൽ അടക്കം നടത്തിയിരുന്നു. ആ സമയത്ത് ഈ ജീവനക്കാരുടെ മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഏതായാലും SFIO സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയൊരു അന്വേഷണം തന്നെയാണ് ഈ എക്സാലോജിക്കിന്റെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO സംഘം നടത്തുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഇന്നലെ തൊഴിലാളികൾക്ക്, അതായത് ഈ CMRLലെ ജീവനക്കാർക്ക് ഇവർക്ക് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അനുമതി കൊടുക്കാതെ തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ഏതായാലും SFIO സംഘത്തിന്റെ പരിശോധന ഇന്നലെ. ദിവസങ്ങളിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.